ഹലോ ഹായ് നമസ്കാരം. വേടനെ പോലീസ് പിടിച്ചിരിക്കുകയാണ്. എന്ത് കാര്യത്തിലാണ് പിടിച്ചത്? കഞ്ചാവ് കൈവശം വെച്ചു. ഉപയോഗിച്ചോന്നറിയില്ല, കഞ്ചാവ് കൈവശം വെച്ചു. പിന്നെ പുള്ളിയുടെ കഴുത്തിലൊരു മാലയുണ്ട്, അതിൽ പുലിനഖം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ പുലിനഖം, ആനക്കൊമ്പ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കൈവശം വെച്ച് ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെതായ ലൈസൻസും പേപ്പറും വേണം. അപ്പൊ അവന്റെ കയ്യിൽ അതിൻ്റെതായ ലൈസൻസ് ഉണ്ടെങ്കിൽ അവനിക്ക് ഈസി ആയിട്ട് ഇറങ്ങിപ്പോരാം. അങ്ങനത്തെ ഇല്ലെങ്കിൽ അത് കേസാവും. അപ്പോ മോഹൻലാൽ ആനക്കൊമ്പ് വെച്ചപ്പോ പ്രശ്നം ഉണ്ടായില്ല. മറ്റേ കേന്ദ്രമന്ത്രി പുലിനഖത്തിന്റെ മാലിട്ടപ്പോ പ്രശ്നം ഉണ്ടായില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാര് വേടനെ പിടിച്ചപ്പോൾ എന്താ ഇത്ര പ്രശ്നം? എല്ലാവർക്കും പ്രശ്നമുണ്ട്. ഇത് ഒരു രാജ്യത്ത് ഒരു നിയമമുണ്ട്, ആ നിയമം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അവിടുത്തെ പൗരന്മാരുടെ ഒരു കടമ എന്നത്. അപ്പൊ അതിനെതിരെ ചെയ്യുമ്പോൾ അതിനാണ് പോലീസ് ഇവിടെ ഉള്ളത്. പോലീസ് കേസ് എടുക്കും, അതിന്റെ കേസിൻ്റെതായ വഴികളുണ്ട്, കോടതിയുണ്ട്, കോടതിയിൽ നിങ്ങൾക്ക് സത്യം തെളിയിക്കാം, അവിടുന്ന് പുറത്തു വരാം. അപ്പൊ വേടൻ വേടനെ ഇരയാക്കുകയാണെന്ന് പറയുന്നവര്, വേടൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ കഞ്ചാവ് കൈവശം വെച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായ കേസ് ആ പുള്ളിക്ക് ഉണ്ടാവും. പിന്നെ പുള്ളിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പുലിനഖം. ഈ പുലിനഖം ഈ പറയുന്ന ലൈസൻസ് ഉണ്ടെങ്കിൽ അതും ഒരു കേസല്ല. പിന്നെ ആർക്ക് വേണ്ടിയാണ് ഇവർ ഈ ഇരവാദം മുഴക്കി കരയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ നിയമം. അത് തെളിയിക്കാൻ പോലീസുണ്ട്. പോലീസ് തെളിവുകൾ നിരത്തി അത് തെളിയിക്കട്ടെ. ഇനി അവൻ നിരപരാധി ആണെങ്കിൽ അവന്റെ കയ്യിൽ അതിനുള്ള തെളിവുകൾ ഉണ്ടാവുമല്ലോ, അവനത് കോടതിയിൽ കാണിച്ച് അവൻ രക്ഷപ്പെടട്ടെ. അല്ലാതെ ചാനലുകാരും ഓൺലൈൻ മീഡിയക്കാരും ഓൺലൈനിൽ ഇരിക്കുന്ന സദാചാരക്കാരും കൂടി ഒരാളെ വിലയിരുത്താൻ നിൽക്കേണ്ട ആവശ്യമില്ല. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടും, ചെയ്തിട്ടില്ലെങ്കിൽ ഇറങ്ങി വരും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതൊന്നും വലിയ ഇഷ്യൂ ആക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.